രാമപുരം ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണ പരിപാടികളുടെ തുടക്കം രണ്ട് മുന്നണികളും ഒരേ ദിവസം തന്നെ ആരംഭിച്ചു. KDFന്റെ സ്ഥാനാർത്ഥി പ്രഭാവതിയുടെയും VDF സ്ഥാനാർത്ഥി ദേവികയുടെയും വീടായ ചന്ദ്രത്തു നിന്നാണ് പ്രചരണ പരിപാടികൾ തുടങ്ങിയത്. ദേവികയെ സ്വീകരിക്കാൻ മുന്നണിയുടെ പ്രവർത്തകർ രാവിലെ തന്നെ ചന്ദ്രത്ത് എത്തിത്തുടങ്ങിയിരുന്നു. ദേവിക ഭർത്താവുമൊത്ത് ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാകും പാർട്ടി ഓഫീസിൽ പോകുന്നത്. എന്നാൽ KDF സ്ഥാനാർത്ഥി പ്രഭാവതിയുടെ പ്രചരണം വളരെ ലളിതമായാണ് ആരംഭിച്ചത്. ഒരു അധ്യാപിക കൂടിയായ പ്രഭാവതി ആ ഒരു പാകതയും മാതൃകയും പ്രചരണത്തിലും പുലർത്തി. ആഘോഷങ്ങൾ ഒഴിവാക്കി സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷയിലാണ് പാർട്ടി ഓഫീസിലേക്ക് പുറപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ സ്ഥാനാർത്ഥിയെ കണ്ട് പ്രവർത്തകരും അമ്പരന്നു. പ്രഭാവതിയുടെ ലാളിത്യത്തിലൂന്നിയ തുടക്കം KDFന് ഒരു മേൽക്കൈ നേടിക്കൊടുത്തിട്ടുണ്ട്. പ്രഭാവതിക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ്. നാടകം നടത്തി മാധ്യമങ്ങളെ വിലക്കെടുത്ത് അത് മാർക്കറ്റിംഗ്. സോറി നന്ദ, ഞാൻ പെട്ടെന്ന് ഓർക്കാതെ പറഞ്ഞു പോയതാ. മേഡം പറഞ്ഞ സത്യ, അമ്മയെല്ലാം മാർക്കറ്റ് ചെയ്യാ. സിദ്ധാർത്ഥൻ, പ്രചരണത്തിന്റെ തുടക്കത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നത് പ്രഭാവതിയാണല്ലോ. നമ്മൾ തുടക്കം ആഘോഷമാക്കി, ശരി തന്നെ. പക്ഷെ കയ്യടി കിട്ടിയത് മുഴുവൻ പ്രഭാവതിക്കാണ്. പ്രചാരണത്തിന് പാർട്ടിക്കാർ വരില്ല എന്നൊരു പ്രതീതി പ്രഭ മനഃപൂർവ്വം സൃഷ്ടിച്ചതാ. ഓ, അത് പക്ഷേ ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയില്ല. ഷോ ആണെങ്കിലും ശരി, സത്യമാണെങ്കിലും ശരി, എങ്ങനെ വോട്ട് വരുത്തണമെന്നുള്ളതാ തെരഞ്ഞെടുപ്പിൽ പ്രധാനം. നമ്മളും ഷോ ഉണ്ടാക്കണം. സർ, നേരത്തെ ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ദേവിക ചന്ദ്രത്തുനിന്ന് നടന്നു പോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ സ്കൂട്ടറിലോ സൈക്കിളിലോ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ അതൊരു വാർത്തയാക്കായിരുന്നു. പ്രഹസനമല്ല ത്യാഗരാജ, പ്രവർത്തനമാണ് രാഷ്ട്രീയം. കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണല്ലോ സിദ്ധാർത്ഥൻ. ഒരു ശ്രദ്ധ വേണമായിരുന്നു. മോള് വന്നു. നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. നന്ദൻ, സ്ഥാനാർത്ഥി കുടുംബസമേതമാണല്ലോ, നന്നായി. അമ്പലത്തിൽ പോയിരുന്നല്ലേ? സിദ്ധാർത്ഥൻ പറഞ്ഞു. പോയിരുന്നു സർ. ഞങ്ങളിവിടെ പറയായിരുന്നു തുടക്കത്തിൽ ഒരു ഹൈപ്പ് കിട്ടിയിരിക്കുന്ന KDFനാണ്. പക്ഷെ അതൊന്നും സാരമല്ല, നമുക്ക് കവർ ചെയ്യാം. ത്യാഗരാജ, ഓരോ ദിവസത്തെയും പ്രചരണ പരിപാടിയുടെ കൃത്യമായ ചാർട്ട് ഇന്നത്തോടെ ഫിക്സ് ചെയ്യണം. അതെപ്പോഴേ റെഡിയാണ് സാർ. ആഹാ, ഗുഡ് ഗുഡ്. ഇതിന്റെ കോപ്പികൾ സിദ്ധാർത്ഥനും ദേവികയ്ക്കും കൊടുക്കണം. കോപ്പികൾ റെഡിയാണ്. അതെയോ? ത്യാഗരാജന്റെ ഈ ഒരു ശ്രദ്ധയും പെർഫെക്ഷനും നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണം. മോളെ, ഇനി അങ്ങോട്ട് വളരെ ശ്രദ്ധയോടെ വേണം ചുവടുകൾ വയ്ക്കാൻ. അച്ഛൻ കൂടെയുള്ളപ്പോ ചുവടുകൾ പിഴക്കില്ല. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ, 1-2 പേരെ കാണാനുണ്ട്. ശരി ദേവി, അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി. അപ്പൊ ദേവിക, പ്രചാരണ ചൂടിലേക്ക് ഇറങ്ങിക്കോളൂ. എണ്ണയിട്ട് യന്ത്രം പോലെ കൃത്യമായി പ്രവർത്തിച്ച് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.